ഇപ്പോൾ മണിക്കൂറുകൾ നീണ്ട ആശങ്ക ഒഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. 10 മീറ്റർ ഏകദേശം ചാല് മുറിച്ചാണ് ഇപ്പോൾ ആനയെ ആ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വനംവകുപ്പിന് സാധിച്ചിട്ടുള്ളത്. ഇത് വന്യമൃഗ ശല്യമുള്ള, പ്രത്യേകിച്ച് കാട്ടാനകളുടെ ശല്യമുള്ള ഒരു പ്രദേശമായി മാറിയിട്ടുണ്ട് ഈ കോട്ടപ്പടി എന്ന് പറയുന്നത്. ഇവിടെയുള്ള കർഷകരും പ്രദേശവാസികളും ഒക്കെ വലിയ ആശങ്കയിലാണ്. ഈ വന്യമൃഗ ശല്യത്തിന് ഒരു പരിഹാരം, ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നുള്ളൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ടെന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അവിടെയുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നതും നമ്മൾ കണ്ടതാണ്. ജില്ലാ കളക്ടർ ഉറപ്പൊക്കെ നൽകിയിട്ടുണ്ട്. ഇലക്ട്രിക് ഫെൻസിംഗ് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കുമെന്ന ആ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ടാണ് ഈ കിണറിടിക്കാനുള്ള അനുമതി പോലും വീട്ടുടമസ്ഥനായ വർഗീസും ഭാര്യയും നൽകിയിട്ടുള്ളത്. 1 ലക്ഷം രൂപ നഷ്ടപരിഹാരവും ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് കൈമാറുമെന്നും വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫെൻസിംഗ്, അതായത് ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നുള്ള ആവശ്യത്തിനോടും ഇപ്പോൾ കളക്ടർ അനുകൂലമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ബിനിൽ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ബിനിൽ, പ്രത്യക്ഷത്തിൽ പരിക്കുകളൊന്നുമില്ല എന്നുള്ളതാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. ആന കോട്ടപ്പുറ കാട്ടിന്റെ ഭാഗത്തേക്ക് തന്നെ പോയിട്ടുണ്ട്. പടക്കം പൊട്ടിച്ച ആനയെ അങ്ങോട്ട് കടത്തി വിടുകയും ചെയ്തിട്ടുണ്ട്. വനപാലകർ അതിന് പിന്നാലെ തന്നെ പോയിട്ടുണ്ട്. കാരണം ഇത് ജനവാസ മേഖലയിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്നത് പരിശോധിക്കാൻ വേണ്ടി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പിന്നാലെ പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ആനയെ കയറ്റിവിട്ട കിണറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. കാരണം ഒരു ചെറിയ കിണർ ഇതുപോലെ JCB ഉപയോഗിച്ച് മാന്തി വലിയ ചാലുണ്ടാക്കിയാണ് ആ കാട്ടാനയെ കയറ്റിവിട്ടത്. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾ അതിന് വേണ്ടി വന്നു. ഇടയ്ക്ക് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. വീണ്ടും ജില്ലാ കളക്ടർ അടക്കം എത്തി ഉറപ്പ് നൽകിയാണ് ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഒരു ഘട്ടത്തിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ ചാല് കീറി കൊടുത്തിട്ടും ആനയ്ക്ക് മുകളിലേക്ക് കയറാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് കയറിട്ടു. ആ കയറിട്ടാണ് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു. എന്നിട്ടും ആന പുറത്തേക്ക് കയറിയില്ല. പിന്നീട് JCB ഉപയോഗിച്ച് മറുവശത്തുകൂടി ഒരു ചെറിയ ചാല് കീറിക്കൊടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് ആന പുറത്തേക്ക് പോയത്. ഇപ്പോൾ ആനയെ കാട്ടിലേക്ക് ഓടിച്ച ശേഷം വനപാലകരടക്കം തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രദേശവാസികളടക്കം ആ ആനയ്ക്ക് പിന്നാലെ പോയിരുന്നു. അവർ ആന കാട്ടിലേക്ക് പോയി എന്ന കാര്യം ഉറപ്പിച്ച ശേഷമാണ് ഇങ്ങോട്ടേക്ക് മടങ്ങി വരുന്നത്. ഒരുപാട് പേർ ആനയ്ക്ക് പിന്നാലെ പോയിരുന്നു. ആനയെ കാട്ടിലേക്ക് ഓടിക്കുന്നതിന് വേണ്ടി അവർ വലിയ രീതിയിൽ പിന്നാലെ പടക്കം പൊട്ടിച്ചു പോവുകയായിരുന്നു. എവിടത്തോളം എത്തി ആന? ഉൾക്കാട്ടി കയറി. എത്ര ദൂരത്തിൽ പോയിട്ടുണ്ട്? ഇപ്പോൾ 1 കിലോമീറ്ററിന് മുകളിൽ പോയി. 1 കിലോമീറ്റർ മുകളിൽ പോയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാണ്ടാവേ. ആന സേഫാണ്. വേറെ പരിക്കുകളൊന്നുമില്ല. ഈ പടക്കം പൊട്ടിച്ചാണല്ലോ ഓടിച്ചു? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അതിന് പിന്നെ മനസ്സിൽ കയറാനുള്ള ഒരു ജ്വരം മാത്രമേ ഉള്ളൂ. തൽക്കാലം ഒഴുകി വരില്ല. കാരണം അങ്ങനെ അനുഭവം, മുന്നിലുള്ള അനുഭവം പിന്നെ ഒരു പേടി പറ്റി പോയാൽ കുറെ കാലത്തേക്ക് അങ്ങോട്ട് വരില്ല. ഈ ഭാഗത്ത് വന്നൊരു അപകടത്തിൽപ്പെട്ട് ഇത്രയും നേരം ഈ കിണറ്റിൽ കിടക്കേണ്ടി വന്നല്ലേ? പിന്നെ നാട്ടുകാരുടെ സഹകരണം വലിയൊരു ഗുണമായി. ഇത് കയറ്റിവിടാണല്ലേ, പോലീസുകാരും നല്ല സഹായം ഉണ്ടായി. എന്തായാലും വന ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ തന്നെ ആനയെ കാട്ടിലെത്തിച്ച് അത് സേഫായി കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയെന്ന് ഉറപ്പാക്കിയ ശേഷം മടങ്ങി വരികയാണ് ചെയ്തിരിക്കുന്നത്. ആന കാടിനുള്ളിലേക്ക് തന്നെ പോയി. വേറെ പ്രശ്നമൊന്നുമില്ല. ആരോഗ്യവാൻ തന്നെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ആനയ്ക്ക് മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആയിട്ട് തോന്നുന്നു. വേഗത്തിൽ തന്നെ കാട്ടിലേക്ക് കയറി. ഒരുപാട് പടക്കമൊക്കെ പൊട്ടിക്കേണ്ടി വന്നു. ഏത് ഭാഗമാണ് ഇനി ഉള്ളിലേക്ക്? ഈ കോട്ടപ്പാറ വനമേഖല ഉള്ളിലേക്ക് ഒരുപാട് ആനയുള്ള സ്ഥലമാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇനിയില്ലേ? അതായത് വന ഉദ്യോഗസ്ഥരടക്കം ആന ഏത് ഭാഗത്തേക്കാണ് ഓടിപ്പോയത് എന്നത് ഉറപ്പാക്കിയ ശേഷം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മടങ്ങി വരികയാണ്. ആന കാട് കയറിപ്പോയി എന്ന് ഉറപ്പാക്കിയിരിക്കുന്നു. അതായത് ആനയെ പടക്കം പൊട്ടിച്ച് തന്നെ കൃത്യമായ ദിശയിലൂടെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇവിടെ നിന്ന് മറു ദിശയിലേക്കാണ് ആന ഓടിയിരുന്നതെങ്കിൽ ജനവാസ മേഖലയിലേക്ക് പോകുമായിരുന്നു. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്കാകുമായിരുന്നു. കാരണം നൂറുകണക്കിന് ആളുകൾ ആ ഭാഗത്ത് ഈ ആന കിണറ്റിൽ വീണത് അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഓടി കൂടിയിരുന്നു, കാണാൻ എത്തിയിരുന്നു. അവർക്കെല്ലാം തന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുമായിരുന്നു. ജനങ്ങൾ ചിതറിയോടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ വന്നിരുന്നെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് തന്നെ പോകുമായിരുന്നു. എന്തായാലും ഉദ്ദേശിച്ചതുപോലെ ആനയെ കാട്ടിലേക്ക് തന്നെ കയറ്റിവിടാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ആന ആരോഗ്യവാനാണ് എന്നതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ പറയുന്നത്. എന്തായാലും ആനയുടെയൊക്കെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് ഒരു തരത്തിൽ അപകടപ്പെട്ടാൽ അപകടമുണ്ടായ സ്ഥലത്തേക്ക് പിന്നീട് ഉടനൊന്നും വരാറില്ല. അതുകൊണ്ട് ഈ ആനയുടെ ശല്യം ഈ കുറച്ചു കാലത്തേക്കെങ്കിലും ഈ ഭാഗത്തുണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയിൽ കൂടിയാണ് നാട്ടുകാരുള്ളത്. ആര്യ.